ഹായ്, എല്ലാവർക്കും നമസ്കാരം. അബുദാബി NMC ഹോസ്പിറ്റലിലെ ഡോക്ടർ ആതിരയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഡോക്ടർ കുറേ കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഡോക്ടറെ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഒരു വീഡിയോയിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദീർഘായുസ്സെല്ലാം ഒക്കെയാണ്. നന്നായിട്ട് പോകുന്നു അല്ലേ? അതെ. നാട്ടില് തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് നാട്ടിലാ. നാട്ടിൽ അല്ലേ? അതെ. ഇവിടെ അബുദാബി NMC ഹോസ്പിറ്റലിൽ കുട്ടികളും കുടുംബവും ഭർത്താവൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ട് അതെ. അബുദാബിയിൽ. അതെ. പിന്നെ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന സബ്ജക്ട് ഞാൻ മെഡിസിൻ ചെയ്തത് തൃശ്ശൂര് അമലയിലാണ്. ആ. ഫാമിലി മെഡിസിൻ ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. അബുദാബിയിൽ വന്നിട്ടാണ് ചെയ്തത് അല്ലേ? അത്യാവശ്യം നല്ല തിരക്കുള്ള ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയ സമയത്ത് ഇങ്ങനെ കുറച്ച് തിരക്ക് കൂടിയാണ്ടപ്പോൾ ഡോക്ടറൊന്ന് പരിചയപ്പെടാം, ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം നമ്മൾ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ ഒന്ന്. കാരണം നമ്മൾ കാലഘട്ടത്തിൽ ഭയങ്കര ഭയന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല, എല്ലാവരുടെയും മനസ്സിലുള്ള കുറച്ച് ആശങ്കകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് ഡോക്ടറായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് പറയാനുള്ള ആശങ്ക ഡോക്ടർ പറയാം. പ്രവാസികൾക്കിടയിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് ഹൃദയാഘാതവും അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടുള്ള മരണങ്ങളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് എന്താണ് ഡോക്ടർ കാണുന്നത്? ഒരു ഹൃദയാഘാതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് അവിടെ ഒരു ബ്ലോക്ക് വരുന്നതാണ്. ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നു. അപ്പൊ ഹാർട്ടിന്റെ മസിലിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ മിടിപ്പിനെ എഫക്ട് ചെയ്യണം. ഹാർട്ടിന്റെ മിടിപ്പിനെ എഫക്ട് ചെയ്യുമ്പോൾ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ കുറയും. അങ്ങനെയാണ് പെട്ടെന്നുള്ള ഒരു മരണം സംഭവിക്കുന്നത്. ഇതില് ഒരു അകാല മരണങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഒരു പേടിപ്പിക്കുന്ന ഒരു രീതിയിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാരണങ്ങൾ വരുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പ്രശ്നമില്ലാണ്ട് പെട്ടെന്ന് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല. there should be something behind that. ഒന്നില്ലെങ്കിൽ ആൾക്ക് വളരെ ഹൈ കൊളസ്ട്രോൾ ആണ്, അതുകൊണ്ട് അവിടെ ഒരു ബ്ലോക്ക് വന്നു. അല്ലെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ആണ്. ഇതില് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള റീസൺ ഒന്ന്, ഒരു ഫെമിലിയൽ ഹൈപ്പർലൈപ്പിഡീമിയ ഉള്ള ആൾക്കാർ, അതായത് പാരമ്പര്യമായിട്ട് തന്നെ ഹൈ കൊളസ്ട്രോളിൽ ഉള്ള ഫാമിലി മെമ്പേഴ്സ് ആണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടാനും അത് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് താമസിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഭക്ഷണ രീതി കൂടുതൽ ഫാറ്റി കണ്ടന്റ് ഉള്ള ഫുഡാണ്. കൂടുതൽ മട്ടൺ, ബീഫ്, അതുപോലെ ഓയിലൊക്കെ ഉള്ള ഫുഡാണ് നമ്മൾ കഴിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഫെമിലിയൽ ടെൻഡൻസി ഉള്ള ആൾക്കാരും പിന്നെ ഇവിടുത്തെ ഒരു ജീവിത രീതി, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മള് ഇത് പറയുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് മുമ്പ് മൊബൈലിൽ വാട്സപ്പിൽ ലാസ്റ്റ് സീനുള്ള ആള് കുറച്ച് കഴിയുമ്പോൾ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിൽ മരിച്ചു ആദരാഞ്ജലികൾ തന്നെ ചിത്രം വരും. ഞെട്ടിപ്പോണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ. കാണുന്നില്ല, അറിയുന്നില്ലേ? ലാസ്റ്റ് സീൻ നോക്കുമ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പേ പെട്ടെന്ന് ആള് ഒരു ദൂരം സംസാരിച്ച് ജോലിയായി പോയ ആള് പെട്ടെന്ന് ഈ ഒരു കാരണത്തിലാണ് മരണപ്പെട്ടത്. അപ്പോ ഇതില് ഇങ്ങനെ പെട്ടെന്ന് ഒരു മരണം ഒരാൾക്ക് സംഭവിക്കുമ്പോൾ there should be something wrong behind that. അതില് നമുക്ക് മുന്നേ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ പറ്റിയ കാരണങ്ങൾ എന്തൊക്കെയാണ്, അവിടെയാണ് നമുക്കൊരു ഇന്റർവെൻഷൻ. മെഡിക്കൽ തിയറിയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതില് ഒന്ന്, ഷുഗർ ഉള്ള ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഹാർട്ടിന്റെ ബ്ലോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വെറും കൊളസ്ട്രോൾ മാത്രമല്ല, ഷുഗർ ഒന്ന്. ഷുഗറില് അവരുടെ ഈ 6 മാസത്തെ ഷുഗറിന്റെ വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതൊരു 6.5 to 7 ആ ഒരു റേഞ്ചിലായിരിക്കണം. ഇല്ലെങ്കിൽ ഷുഗർ ഹാർട്ടിനും കിഡ്നിക്കും എഫക്റ്റ് വന്ന് തുടങ്ങും. രണ്ടാമത്തത് കൊളസ്ട്രോള്, എസ്പെഷ്യലി ബ്ലോക്ക് ഉണ്ടാക്കുന്ന LDL കൊളസ്ട്രോള്, അത് നോർമൽ ആയിരിക്കണം. 3, അവരുടെ ബ്ലഡ് പ്രഷർ, അതും നോർമൽ ആയിരിക്കണം. ഈ 3 കാരണങ്ങളും നോർമൽ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു അകാല മരണം സംഭവിക്കില്ല. ഇത് 3ഉം മനസ്സിൽ വെക്കണം. പിന്നെ അവരുടെ പാരമ്പര്യ ഘടകം. മൂന്നാമത്തത് വെയിറ്റ്. ഓവർ വെയിറ്റ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനാണ് BMI, ബോഡി മാസ് ഇൻഡെക്സ് ആണ് നമ്മൾ പറയാ. അതും നോർമൽ റേഞ്ചിലായിരിക്കണം. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അകാലത്തിലുള്ള ഒരു മരണം സംഭവിക്കാനുള്ള ചാൻസ് ഇല്ലല്ലേ? പിന്നെ രണ്ടാമത് ഞാൻ കുറച്ച് 2-3 നോട്ട് ചെയ്ത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നാട്ടിലും പ്രവാസ ലോകത്തും ഒരുപോലെ പിടികൂടിയിരിക്കുന്ന സ്ട്രോക്ക് അറിയാലോ. ഒന്നുകിൽ കിടപ്പ് രോഗിയാക്കും, അല്ലെങ്കിൽ അതും കൊണ്ട് ജീവൻ കൊണ്ടിട്ട് പോകും. കാലാകാലം കിടക്കുക, കോമയിൽ കിടക്കുക, അല്ലെങ്കിൽ കൈക്കാലുകൾ ഒരു പച്ചവെള്ളം കുടിക്കാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ അവനവൻ്റെ ശുചിമുറിയിലേക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലെ ആളുകളായും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ
കാരണമായിട്ട് എന്താ? സ്ട്രോക്കില് എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് ബ്രെയിനിന്റെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽ അതിനൊന്നില്ലെങ്കിൽ ബ്ലോക്ക് വരും, അല്ലെങ്കിൽ അത് പൊട്ടും. അപ്പൊ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ആ ഒരു ഏത് സ്ഥലത്താണ് ബ്ലോക്ക് ഉള്ളത് അത് സപ്ലൈ ചെയ്യുന്ന ഏരിയയിലേക്കുള്ള ഓക്സിജൻ ഇല്ലാണ്ടാവും. ബ്രെയിനിന് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ്. പിന്നെ ആ ബ്ലഡ് സപ്ലൈ തിരിച്ചു വന്നാലും അല്ലെങ്കിൽ ആ ബ്ലോക്ക് നമ്മൾ മാറ്റിയാലും ആ ഉണ്ടായ ചേഞ്ചസ് തിരിച്ച് പഴയതുപോലെ ആവില്ല. അപ്പോഴത് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആവാണ്. ഫോർ എക്സാമ്പിൾ ആ പേഷ്യന്റ് അങ്ങനെ തന്നെ ബെഡ് റിഡൺ ആയി പോകും. അപ്പോ ഇതിൽ ചെയ്യാനുള്ളത് ഇത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിലും ഈ 3 ഘടകം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള റീസൺ അല്ലെങ്കിൽ ആ ബ്ലഡ് വെസൽ ബ്രേക്ക് ആവാനുള്ള റീസൺ. ഒന്നില്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ബ്രേക്ക് ആയി, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൊണ്ട് അവിടെ ഒരു ബ്ലോക്ക് വന്നു. ഇതിന് രണ്ടിനും പോസിറ്റീവ് ആയിട്ട് പറയുന്ന ഒരു കാരണം ഡയബറ്റീസ് തന്നെയാണ്. അപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള പെട്ടെന്നുള്ള ഒരു മരണമാണെങ്കിലും അതല്ല സ്ട്രോക്ക് കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണെങ്കിലും. പിന്നെ എങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ ഇത്രയും ക്രൂരനായത്? അതായത് നമുക്ക് ഹൃദയസ്തംഭനം, വാൾവുകൾ അടയുന്ന ബ്ലോക്ക് വരുന്നു, ഇതിനൊക്കെ കാരണമായിട്ട് കൊളസ്ട്രോളിനെയാണ് ഇന്ന് വരെ ഡോക്ടറിന്റെ തിയറിയിൽ പറഞ്ഞോട്. കൊളസ്ട്രോൾ എങ്ങനെ ഇത്ര ക്രൂരനായ വില്ലനായി മാറിയത്? കൊളസ്ട്രോൾ മാത്രം, ഷുഗർ പിന്നെ ഷുഗർ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വരുമ്പോഴാണ് ഷുഗറും ഇത്രത്തോളം വില്ലനാണോ എന്നുള്ളത് നമുക്ക് പോലും അറിയണത്. നമ്മൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിൽ എന്നോട് ഗ്രേഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയണത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയബറ്റീസ് ആണ്. അത് കഴിഞ്ഞിട്ടേ കൊളസ്ട്രോൾ ആണെങ്കിലും BP ആണെങ്കിലും വരുന്നു. അപ്പൊ അതായത് ഒരു ഷുഗർ ഉള്ള ഒരാൾക്ക് ഷുഗർ കണ്ട് കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും വരാം. പക്ഷെ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ കൊണ്ട് ഷുഗറോ കൂട്ടത്തോടെ വരൂലേ? അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഷുഗർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം. പിന്നെയാണ് BPയും കൊളസ്ട്രോളും അതിൽ വരുന്നത്. ഷുഗർ കൺട്രോൾ ചെയ്തിരിക്കുക, BPയും കൊളസ്ട്രോളും. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, നമ്മളെ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റി, അതിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയം പറയട്ടെ. കോവിഡ് വാക്സിനേഷൻ കഴിഞ്ഞ ശേഷമാണ് ഈ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴാൻ തുടങ്ങിയത്. ഡോക്ടർക്ക് അറിയുന്നുണ്ടാവും, പരിചയത്തിലുള്ള ആളുകൾ നല്ലോണം മരിച്ചു പോകുന്നത്, ഒരു മുന്നറിയിപ്പില്ല, ഒരു സൂചനയില്ല, ഒരു അടയാളം ഇല്ലാതെ മരണപ്പെട്ടു പോകും. അപ്പോൾ ആളുകളെ പല രീതിയിലുള്ള റൂമറുകൾ അടിച്ചു വിടുന്നുണ്ട്. പക്ഷെ അതിന് സുതാര്യമായിട്ടുള്ള മറുപടി ഒന്നും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. കോവിഡ് വാക്സിനേഷൻ ഒരു കാരണമാണോന്നോ അല്ല എന്നോ അതിന് വൃത്തിയായിട്ടൊന്നും അല്ല. നമ്മളെ ആളുകളോട് എന്താണ് പറയാനുള്ളത്? കോവിഡ് വാക്സിനേഷൻ മരണത്തിന് കാരണമാകുന്നുണ്ടോ? അതിലെന്തെങ്കിലും മനുഷ്യശരീരത്തിന് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ? കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് മെഡിക്കൽ തിയറിക്ക് അനുസരിച്ചുള്ള ഒരു നല്ലൊരു മറുപടി. ഇതില് കോവിഡ് വാക്സിനെ പറ്റിയിട്ട് ഒരു വളരെ ആധികാരികമായിട്ട് പറയാനുള്ള അധികാരവും അവകാശവും എനിക്കില്ല. കാരണം ഇത് വാക്സിൻ ഇറങ്ങിയിട്ട് തന്നെ ഒരു 4 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള പഠനങ്ങൾ അത്രയും വളരെ നടന്നിട്ടില്ല. അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴല്ലേ കോവിഡ് വന്നിട്ടുള്ളൂ, വാക്സിൻ ഒപ്പം തന്നെ വന്നിട്ടുള്ളൂ. പക്ഷെ ഞാനിപ്പോ ഈ കോവിഡ് വന്നു തൊട്ട് ഇന്ന് വരെയുള്ള എന്റെ പ്രാക്ടീസിൽ ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതില് മെയിൻ ആയിട്ട് കാണുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അച്ഛൻ ഒരു 50 വയസ്സിലാണ് ഷുഗർ വന്നതെങ്കിൽ ആൺമക്കൾക്ക് ഏകദേശം ആ ഒരു ഏജിലാണ് നമ്മൾ ഷുഗർ വരുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് ആസ് എ ഡോക്ടർ. അതായത് ഒരു 45 തൊട്ട് 55 വയസ്സിന് വരെ ഈ എൻ്റെ ഒരു പേഷ്യന്റിന് ഷുഗർ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. കാരണം അയാളുടെ ഫാദറിന് ഏകദേശം ഒരു 50 വയസ്സിലാണ് ഷുഗർ വന്നിട്ടുള്ളത്. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ കോവിഡ് വന്നു പോയ ആൾക്കാർക്കാണെങ്കിലും കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് മുന്നേ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതില് ഇപ്പോ BP ആണെങ്കിലും ഷുഗർ ആണെങ്കിലും അതല്ല ആസ്മ പോലെയുള്ള ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും മുന്നേ, അതായത് ഒരു 50 വയസ്സിൽ വരാൻ ചാൻസ് ഉള്ള ഒരാൾക്ക് അതൊരു 40 വയസ്സിൽ തന്നെ തുടങ്ങി കാണുന്നുണ്ട്. ഈ ഒരു വ്യത്യാസമാണ് ഞാൻ അധികമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അവസാനമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. നമ്മളെ മൊബൈൽ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ആയാലും ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ലതല്ല, നല്ല കണ്ണു പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും, പല രീതിയിലുള്ള കാര്യങ്ങളും പറയും. പക്ഷെ ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്നത്? എങ്ങനെയാണ്? അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ വരുന്ന ഒരു ചേഞ്ച് ആണ്. ഒരു പുതിയ എന്താ പറയാ, പുതിയ മീഡിയകൾ വരിക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ പൂർവികരുടെ സമയത്ത് TV ഉണ്ടായിരുന്നില്ല. ആദ്യം റേഡിയോ വന്നു, TV വന്നു, പിന്നെ
ഇന്റർനെറ്റ് വന്നു, ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു. ഇതൊക്കെ ഒരു ചേഞ്ചിങ് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. ഇതൊന്നും തെറ്റല്ല, അതൊരു പ്രോഗ്രസിന്റെ തന്നെ ഒരു സിമ്പലാണ്. ഇതിനൊന്നും നമുക്ക് അങ്ങോട്ട് അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല. നമ്മളുടെ ഇന്നത്തെ ഒരു സുഗമമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഇത് ആവശ്യമാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം വരുന്നത് നിങ്ങൾ അതിൽ എന്ത് കാണുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ സെലിബ്രിറ്റീസിനെ വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്ത് അവരെന്ത് ഡ്രസ്സ് ഇട്ടു, അവര് എങ്ങോട്ട് പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, നോക്കാം. അതല്ല, നമുക്ക് ആവശ്യമുള്ള വേറെ ഇപ്പൊ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, നിങ്ങളുടെ പഠനം, നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു സ്ട്രീമിനെ പറ്റിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വായിക്കുകയും അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് നോളജ് നേടുകയും ചെയ്യാം. സോ അൾട്ടിമേറ്റ്ലി ഇവിടെ ഒരു നിങ്ങൾ നിങ്ങളുടെ യുക്തിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരുടെ പ്രായം പക്വതയൊക്കെ ഉണ്ടല്ലോ, ഉപയോഗിക്കാൻ എന്ത് കാണുന്നു, എന്ത് ചെയ്യുന്നു. അതെ. പിന്നെ ഒരു ടൈമും ഞാൻ ഇവിടെ വളരെ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് മിനിമം 8 മണിക്കൂർ ഉറക്കം വേണം. അപ്പൊ നിങ്ങൾ ഒരു 12 മണി വരെ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 12 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു 8 മണി വരെയുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് വേണം. സോ എന്ത് ചെയ്താലും അതൊന്ന് ശ്രദ്ധിക്കാം. 8 hours സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഞാനിപ്പോ എൻ്റെ അടുത്തുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. ഞാൻ ആ കുറച്ച് വളരെ ലളിതമായിട്ടുള്ള നമ്മൾ ഈ അറിവിനനുസരിച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഡോക്ടർക്ക് ഒരു ആളുകളോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു എന്താണ് അതിന് പറയാ, ധാർമ്മികത ജനങ്ങളോടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, ഡോക്ടർ പറഞ്ഞോളൂ, ക്യാമറയൊക്കെ നോക്കിയിട്ട് പറഞ്ഞോളൂ. ഇപ്പൊ ഇതില് അങ്ങോട്ട് നോക്കിക്കോളൂ. ഞാനിപ്പോ ഈ ഒരു ആസ് എ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഇതിൽ നിന്ന് ഇത്ര കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും സുനിശ്ചിതമായത്, അല്ലെങ്കിൽ എന്തായാലും സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം മരണമാണ്. അപ്പൊ ഈ ഒരാളെ കണ്ടാൽ ഇയാൾക്ക് നാളെ ഇയാൾ ഈ നിലയിലെത്തും, ഇയാളുടെ ജോലിക്ക് ഇങ്ങനെ സംഭവിക്കും, ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ മരണം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്. ഇതില് ആസ് എ ഡോക്ടർ അകാലത്തിലുള്ള മരണം ഞങ്ങൾക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നമുക്കൊരു പേഷ്യന്റ് വരുമ്പോൾ, നമ്മളുടെ എല്ലാ പേഷ്യൻസും എല്ലാവർക്കും ഒരു 100 വയസ്സ് വരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും എങ്ങനെ ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കർത്തവ്യം. അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക്, ഒരു ആസ് എ ഡോക്ടർ നിങ്ങളുടെ പേഷ്യൻസിന് എങ്ങനെ അസുഖം വരാണ്ട് നോക്കുക എന്നുള്ളതാണ് ഒരു രോഗിയായ ചികിത്സയേക്കാളും നല്ല രോഗം വരാതെ. അതെ, അതാണ് രോഗമില്ലാത്തൊരു സമൂഹം. അതാണ് പറയുന്നത്. നമുക്ക് വി മേ നോട്ട് ബി ഏബിൾ ടു പ്രിവെന്റ് ദ ഡെത്ത്. ആസ് എ ഡോക്ടർ ഒരാളുടെ ഡെത്തിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഡിലേ ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ആ ഒരു ആരോഗ്യത്തോടു കൂടി നമ്മളുടെ രോഗികളെല്ലാവരും ഒരു 100 കടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പൊ എല്ലാവരും 100 വർഷം വരെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ജീവിതത്തോട് പകർത്തും അല്ലേ? അപ്പോൾ നമുക്ക് നിർത്തുന്ന ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കണ്ട സമയത്ത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. ഞാനിങ്ങനെ കുറെ വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ ഡോക്ടറുടെ വാക്കുകളൊക്കെ ജീവിതത്തോട് പകർത്താൻ ശ്രമിക്കുക. ഞാനും ശ്രമിക്കുക, നിങ്ങളും ശ്രമിക്കുക. ഡോക്ടറൊക്കെ നല്ല എന്താ പറയുക, നല്ല ജീവിതത്തിൽ നീതി പുലർത്തി ജീവിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി. ഒന്ന് പറഞ്ഞേക്കും. ഓക്കെ, ശരി, ബൈ.